നമസ്കാരം. അവസാനം കേരള പോലീസിൻ്റെ നാണക്കേടുകളുടെ ദിവസങ്ങളുടെ എണ്ണം അവർ തന്നെ കുറച്ചിരിക്കുന്നു, അതിലവർ വിജയിച്ചിരിക്കുന്നു. കേരള പോലീസിൻ്റെ ഒരു സമ്പൂർണ്ണ വിജയമായിട്ട് ഇതിനെ പറയുവാൻ സാധിക്കില്ല. അർജുൻ ആയങ്കിയെ അവർ പിടികൂടിയിരിക്കുന്നു. കണ്ണൂരിൽ അഭിഭാഷകയായ ഡെലീറ്റ ടൈറ്റസിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സാഹസികമായി തന്നെ പിടികൂടിയെന്നാണ് അവരുടെ റിപ്പോർട്ട്. അപ്പോൾ കീഴടങ്ങാനായിരുന്നു അർജുൻ അവിടെ എത്തിയത്, ഇന്ന് രാവിലെ കീഴടങ്ങാനായിരുന്നു പരിപാടി എന്നൊക്കെയാണ് അഭിഭാഷക പറയുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുറേ ദിവസങ്ങളായി കേരള പോലീസിനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിത്വമാണ് അർജുൻ ആയങ്കി. ഈ അർജുൻ ആയങ്കി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയോ ഒന്നുമല്ല. അന്താരാഷ്ട്ര കുറ്റവാളിയോ ഒന്നുമല്ല, കുറ്റവാളി തന്നെയാണ്. പക്ഷേ ഒരു നാലാം കിട ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ വളർന്ന് പന്തലിച്ച് അഭിരമിച്ച് തനിക്ക് എന്തും ഈ നാട്ടിൽ കാണിക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം തൻ്റെ പാർട്ടി തന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് വളർന്ന ഒരു ഗുണ്ട. അതിനപ്പുറത്തേക്ക് അർജുൻ ആയങ്കി ഒന്നുമല്ല. കേരള പോലീസിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഒരു വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ തക്ക വലിപ്പമൊന്നും അർജുൻ ആയങ്കി എന്ന കുറ്റവാളിക്കില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു നാലാം കിട ഗുണ്ട. ആ ഗുണ്ടയ്ക്ക് കേരള പോലീസിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട്, ആഭ്യന്തരമന്ത്രിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ ഒളിവിൽ പോകുവാൻ കഴിഞ്ഞത് കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ്. അർജുൻ ആയങ്കി പിടികൂടിയെത്തിയ തൃശ്ശൂരും മറ്റും ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിലുകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂർ പനങ്കാവിൽ നിന്ന് ഇയാൾ സഞ്ചരിച്ച വാഹനം ലഭിക്കുകയും അതേ തുടർന്ന് കണ്ണൂർ തന്നെ ഇയാൾ ഉണ്ടാകുമെന്ന് പോലീസ് ഉറപ്പിക്കുകയും കൃത്യമായ അന്വേഷണം, തളിപ്പറമ്പയിലുള്ളൊരു ലോഡ്ജിലോ മറ്റോ ആണ് ഇയാൾ ഒളിവിൽ താമസിച്ചതെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. ഒരു ഓട്ടോ ഡ്രൈവറാണ് കൃത്യമായിട്ട് ഇയാൾ ആണോ എന്നുള്ളൊരു സംശയം ഇയാളുടെ ഒരു സഞ്ചാരപഥം പോലീസിന് പറഞ്ഞു കൊടുത്തത് എന്ന് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറയുന്നു. ഓട്ടോ ഡ്രൈവറുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല തൽക്കാലത്തേക്ക്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഫ്ലാറ്റ് വളഞ്ഞ്, അഭിഭാഷകയുടെ ഫ്ലാറ്റ് വളഞ്ഞ് പോലീസ് അകത്ത് കയറുകയും പോലീസിനെ കണ്ടതോടുകൂടി ഒപ്പം ഒരു സുഹൃത്തുമുണ്ടായിരുന്നു അർജുൻ ആയങ്കിയുടെ. അർജുൻ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ പോലീസ് പിടികൂടി. ഇതാണ് ഈ സാഹസികമായ അർജുൻ ആയങ്കി വേട്ടയുടെ ക്ലൈമാക്സ്, പരിണാമം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കേരള പോലീസിന് അഭിമാനകരമായൊരു നിമിഷമൊന്നുമല്ലത്. ആകെ പോലീസിന് ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത് അവർക്ക് നാണക്കേടുകളുടെ ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ സാധിച്ചു, അത്രമാത്രം. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ ഇത്രയും ഒരു വ്യാപകമായ ഒരു മാൻ ഹണ്ട് എന്നൊക്കെ പറയുമല്ലോ, ഒരു മനുഷ്യവേട്ട നടത്തേണ്ട വലിപ്പമൊന്നുമുള്ളൊരു ക്രിമിനൽ അല്ല അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിയെ പാർട്ടിക്കാർ സംരക്ഷിച്ചിരുന്നിരിക്കാം, മറ്റ് അയാളുടെ സംവിധാനങ്ങൾ അയാൾ ഈ പാർട്ടിക്കാരുടെ തണലിൽ നിന്നുണ്ടാക്കിയിരിക്കാം. കാരണം ഈ സ്വർണം കടത്തൽ, സ്വർണ്ണക്കൊള്ളക്കടത്ത്, കൊട്ടേഷൻ തുടങ്ങിയ വിവിധ കലാപരിപാടികളിൽ പാർട്ടിയുടെ തണലിൽ അയാൾ ഏർപ്പെട്ടിരുന്നു എന്നാണ് അയാൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈ ചെയ്തതെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അയാൾ ചെയ്തത് എന്താണെന്ന് അയാളുടെ പേരിലുള്ള കുറ്റപത്രങ്ങൾ പറയുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ പാർട്ടിയുടെ തണലിൽ തന്നെയാണ് അയാൾ ഇതെല്ലാം ചെയ്തിരുന്നതെന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് അനുമാനിക്കാവുന്നൊരു കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളൊരു വ്യക്തി അല്ല അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിക്ക് അത്തരത്തിലൊരു പ്രാധാന്യം വരേണ്ടിയിരുന്നതല്ല. പക്ഷേ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇയാൾക്കൊരു വീരപരിവേഷം ഒരു വശത്തു കൂടി നൽകുകയും എന്നാൽ കേരള പോലീസിനെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. കേരള പോലീസിൻ്റെ എല്ലാ പരിമിതികളും, അതായത് അവരുടെ ഡ്യൂട്ടി സമയം ഉൾപ്പെടെയുള്ള പരിമിതികളാണ് പറയുന്നത്, അവർക്ക് ലഭ്യമായ സംവിധാനങ്ങളുടെ പരിമിതിയല്ല. ഒരു മനുഷ്യന് ജോലി ചെയ്യാവുന്നതിനും അപ്പുറത്തേക്കുള്ള മണിക്കൂറുകൾ അവരിൽ പലരും ജോലി ചെയ്യാറുണ്ടെന്നുള്ള സത്യമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അർജുൻ ആയങ്കിയെ പോലൊരു നാലാംകിട ക്രിമിനലിനെ പിടികൂടുവാൻ എടുത്ത സമയം വളരെ കൂടുതലാണ്. അയാൾക്ക് അനുവദിച്ചു കൊടുത്ത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാൾ എടുത്ത ദുസ്വാതന്ത്ര്യം കേരള പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ചരിത്രത്തിൽ തന്നെ നാണക്കേടാണ്. അതും മറ്റൊരു വശവും കൂടി ചേർത്ത് വേണം ഇതിനെ വായിക്കാൻ. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചതിനെക്കുറിച്ച് പരിഹസിച്ച് പോസ്റ്റിട്ടാൽ ആ രാത്രി തന്നെ ആ പോസ്റ്റിട്ട വ്യക്തിയെ പിടികൂടുവാൻ കേരള പോലീസ് കാണിക്കുന്നൊരു ഉത്സാഹം അർജുൻ ആയങ്കിയുടെ കാര്യത്തിൽ കാട്ടിയിരുന്നെങ്കിൽ ഇത്രയും പോസ്റ്റുകളിട്ട് പല പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു, 2 CIമാരെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, സർക്കിൾ ഇൻസ്പെക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണക്കാരൻ വഴിയിൽ ചെക്കിങ്ങിന് നിൽക്കുന്നൊരു പോലീസുകാരനോട് ഇത് ശരിയല്ല സാറേ എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ അവന് തല്ല് കിട്ടാം, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ കർശനമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടാടെയല്ല നടക്കുന്നത്. പോലീസുകാർ സാധാരണക്കാരൻ്റെ ചെവിക്കല്ലടിച്ച് തകർക്കുന്നതുമെല്ലാം നാം നിരന്തരം കാണുന്നതാണ്. എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ അതേ നാട്ടിൽ തന്നെയാണ് അർജുൻ ആയങ്കിയെ പോലുള്ള
നാലാംകിട ക്രിമിനലുകൾ സർക്കിൾ ഇൻസ്പെക്ടർമാരെ വെല്ലുവിളിച്ചും അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയും നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്, അവനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ടില്ല, ഇനി ബാക്കി ഞാൻ കൊടുത്തോളാം, അവന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ വെല്ലുവിളിച്ചു. ഇനി നിനക്കൊക്കെ എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിയടാ, സുപ്രീം കോടതിയിൽ പോയി ഞാൻ ജാമ്യം എടുത്തിട്ട് വരും, അപ്പോൾ കാണാം നമുക്ക് എന്ന് വെല്ലുവിളിക്കുന്നു പോലീസിനെ. ശരിയാണ്, ഒരു പൗരനുള്ള അവകാശമാണ് പോലീസിന് പിടികൊടുക്കാതെ കോടതിയിൽ നിന്ന് ജാമ്യം തേടുക എന്നുള്ളത്. ഹൈക്കോടതി അയാളെ ജാമ്യത്തിൽ പോകുവാൻ അനുവദിച്ചില്ല, അയാളുടെ ജാമ്യാപേക്ഷ തള്ളി. അതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഡെലീറ്റ ടൈറ്റസ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് ഈ അഭിഭാഷകയുടെ പേര് ഞാൻ ആദ്യം ഡെലീറ്റ തോമസ് എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അതാണെങ്കിൽ ക്ഷമിക്കുക. ഡെലീറ്റ ടൈറ്റസ് എന്നാണ് അഭിഭാഷകയുടെ യഥാർത്ഥ പേര്. അവർ ഇപ്പോഴും അവകാശപ്പെടുന്ന അവരുടെ ഫ്ലാറ്റിൽ ഈ അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുകയല്ലായിരുന്നു. കീഴടങ്ങുവാനുള്ള സംവിധാനങ്ങൾ, നിയമപരമായിട്ടുള്ള കീഴടങ്ങൽ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കുവാൻ വേണ്ടി എത്തിയതാണ്. ഞായറാഴ്ച രാവിലെ നേരം വെളുത്തിട്ട് കീഴടങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു അയാൾ മുന്നോട്ട് പോയിരുന്നതെന്നുള്ളതാണ്. അത് വിശ്വാസത്തിലെടുക്കാം. കാരണം പോലീസുകാരുടെ ഭാഷ്യം തന്നെ അർജുൻ ആയങ്കി അവിടെയല്ല, ആ ഫ്ലാറ്റിലല്ല ഒളിവിൽ താമസിച്ചിരുന്നത്, തളിപ്പറമ്പിലോ മറ്റോ ഉള്ള ലോഡ്ജുകളിലൊന്നിലാണ് ഒളിവിൽ താമസിച്ചിരുന്നതെന്നാണ് പോലീസിൻ്റെ അനുമാനം. ഇതും കൃത്യമായിട്ട് അവരിതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തായാലും കേരള പോലീസിൻ്റെ നാണക്കേടുകളുടെ ദിനങ്ങളുടെ എണ്ണം അവർ കുറച്ചിരിക്കുന്നു. അതിൻ്റെ പേരിൽ അവരെ ഒന്ന് അഭിനന്ദിക്കാം. പക്ഷേ ഇത് കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം എന്നുള്ള രീതിയിലൊക്കെ പലരും അവതരിപ്പിക്കുന്നുണ്ട്. ഏതോ ഒരു ഓൺലൈൻ പത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ഇതിനെ താരതമ്യപ്പെടുത്തി കണ്ടു. ദയനീയമാണ് അവസ്ഥ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഇവിടെ കിടക്കുന്നു, അർജുൻ ആയങ്കി ഇവിടെ കിടക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ശരിയാണ്, ഒരു കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അർജുൻ ആയങ്കിയും പാകിസ്ഥാനും ഏതാണ്ട് ഒരുപോലെയാണ്. കാരണം സംരക്ഷിക്കുവാനുള്ള ശക്തികൾ അവരാർക്കെതിരെയാണോ പ്രവർത്തിക്കുന്നത് ആ സംവിധാനത്തിൻ്റെ അകത്ത് തന്നെയുള്ള രീതിയിലുള്ള ശക്തികളാണ്. അർജുൻ ആയങ്കിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമമായ ഉത്തരവാദിത്തമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് കേരളത്തെ സംരക്ഷിക്കുക എന്നുള്ള. പാകിസ്ഥാനെ വളരുവാൻ അനുവദിച്ചത് ദൗർഭാഗ്യവശാൽ ഭാരതത്തിനകത്തുള്ള ശക്തികൾ തന്നെയാണ്, മുൻ ഭരണകൂടമാണ്. ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ സാമ്യമുണ്ട്. അതിൻ്റെ പേരിൽ വേണമെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനൊരു 40 മാർക്ക് കൊടുക്കാം. ഓപ്പറേഷൻ സിന്ദൂറിനും അർജുൻ ആയങ്കിയുടെ അല്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പ്രതിയുള്ള പോലീസ് വേട്ടയും താരതമ്യം ചെയ്തതിന്. അതിനപ്പുറത്തേക്ക് ദയനീയമാണ് കാര്യങ്ങൾ. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീരപരിവേഷം ഈ ഒരു നാലാംകിട ക്രിമിനലിന് കൊടുത്തു തന്നെയാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയതും കേരള പോലീസിന് ഇത്രയും അപമാനമുണ്ടായതും. കാരണം ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരള പോലീസിൻ്റെ ഒരു കാര്യക്ഷമതയിലൊന്നും ഭാരതത്തിൽ ഒരു പോലീസ് സംവിധാനത്തിനും സംശയമോ അല്ലെങ്കിൽ പരിഹാസമോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യക്ഷമതയുള്ളൊരു വ്യക്തി മാത്രം പോരല്ലോ, അല്ലെങ്കിൽ ഒരു സംവിധാനം മാത്രം പോരല്ലോ. ആ കാര്യക്ഷമതയുള്ള സംവിധാനത്തിന് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള രാഷ്ട്രീയ അനുവാദങ്ങൾ കൂടി വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ കടപ്പാടുകൾ ഇല്ലാതിരിക്കണം. പോലീസ് സംവിധാനത്തിൻ്റെ അകത്ത് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളുടെ നിയന്ത്രണങ്ങളും പോലീസുകാർക്കുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോടുള്ള പ്രതിബദ്ധതയും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഏത് പോലീസുകാരൻ ഇല്ല എന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ നിർവാഹമില്ല. അർജുൻ ആയങ്കി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പോലീസിൻ്റെ കാര്യക്ഷമതയെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം മാത്രമാണ്. എന്തായാലും നാണക്കേടുകളുടെ ദിനങ്ങളുടെ എണ്ണം കുറച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ. അർജുൻ ആയങ്കിയുടെ കാര്യം ഇനി മറക്കുകയാണ് നല്ലത് എന്ന് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. പക്ഷെ മറക്കുവാൻ സാധിക്കില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ജാമ്യമാണ് രീതി, ജയിലിലിടുക എന്നുള്ളത് വളരെ അസാധാരണമായ ഒന്നാണ്. അതായത് ബെയിലാണ് റൂൾ, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദി എക്സെപ്ഷൻ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഒരു നയം. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ സുപ്രീം കോടതിയിലെത്തി ഈ ഡെലീറ്റ ടൈറ്റസോ അല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകരാരെങ്കിലുമോ അർജുൻ ആയങ്കിക്ക് ജാമ്യം നേടിക്കൊടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇൻഫ്ലുവൻസറായ മറ്റൊരു ഓൺലൈൻ മാധ്യമം ക്രിമിനൽ മുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വരെ എന്നുള്ള രീതിയിലാണ് അർജുൻ ആയങ്കിയെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നാലാംകിട ക്രിമിനൽ, അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നുമില്ല അർജുൻ ആയങ്കി എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഈ വിഷയം തൽക്കാലം ഇവിടെ നിർത്തുന്നു. കാരണം കൂടുതൽ വാർത്തകൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അർജുൻ ആയങ്കിയുടെ വീരകൃത്യങ്ങൾ, കേരള പോലീസിൻ്റെ വീരകൃത്യങ്ങൾ, ADGP എങ്ങനെ നേരിട്ട് ഈ മനുഷ്യവേട്ട ആസൂത്രണം ചെയ്ത് നിയന്ത്രിച്ചു, കൃത്യമായിട്ട് എങ്ങനെ 2 മണിക്ക് ഡെലീറ്റ ടൈറ്റസിൻ്റെ ഫ്ലാറ്റ് പോലീസ് എങ്ങനെ വളഞ്ഞു, ഏതൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടച്ചു, ഇതിൻ്റെ എല്ലാം രൂപചിത്രങ്ങൾ, ഒരു മാർഗരേഖകളും
ഒരു സ്കെച്ചും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. സംവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അർജുനായങ്കിയെ രാത്രി വളഞ്ഞു പിടിച്ചത് മനുഷ്യാവകാശ ലംഘനമോ അതോ പോലീസിൻ്റെ അവകാശ ലംഘനമാണോ അതോ പോലീസിൻ്റെ അവകാശ സംരക്ഷണമാണോ തുടങ്ങിയ ചർച്ചകൾ ഇനി വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ ചർച്ചകൾ നമുക്കും ഏറ്റെടുക്കേണ്ടി വരും. കാരണം അതിൻ്റെ മറ്റൊരു വീക്ഷണകോണ് പറയുവാനും ആരെങ്കിലും വേണമല്ലോ, മറുവശം പറയുവാനും. അപ്പോൾ അത്തരത്തിലുള്ള വീക്ഷണങ്ങളുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.